ട്രംപിനെതിരെ ഈ അടുത്ത് നടന്ന ആക്രമണം ഒരു നാടകമാണെന്ന് പറയുന്നവരുണ്ട്. മൈത്രേന് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അത് നാടകമാണെന്ന് എന്നുള്ള നിലപാട് രാഷ്ട്രീയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം നമുക്ക് ക്രോസ് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു മെക്കാനിസവും നമുക്കില്ല. അതുകൊണ്ട് അതേ സമയത്ത് ഇത് ട്രംപിനൊന്നും പറ്റിയില്ല, മറ്റേ ആർക്കും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആൾക്കാർ മുഴുവനും ട്രംപിനെതിരായിട്ടൊക്കെ അവിടെ യുദ്ധവിരുദ്ധമായിട്ടുള്ള പ്രസ്ഥാനവും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് അതൊന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് കവിഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ട്രംപിന് യഥാർത്ഥത്തിൽ വല്ല പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും ഇല്ല, അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഒരു അത്രയും പ്ലാൻ ചെയ്യാതെ ട്രംപിനെതിരെയൊക്കെ ഒരു ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നതൊക്കെ അത് സ്റ്റേജ് ചെയ്തതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് അല്ലാതെ നമുക്കത് കാണാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് ഞാൻ വാശിയോട് അങ്ങനെയാണ് എന്ന് പറയാനായിട്ട് എനിക്ക് അവിടുന്ന് ഇൻഫർമേഷൻ എന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. പക്ഷെ സാധാരണഗതിയില് നാട്ടിലൊക്കെ ഇതുപോലെ നമ്മുടെ മോദിയെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ വരുന്നത് പോലുള്ള കഥകളെ എന്റെ കൂട്ടത്തിൽപ്പെടുത്തിയേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയ അങ്ങനൊന്നും അല്ലല്ലോ. ആരെങ്കിലും പ്ലാൻ ചെയ്തതിന്റെ ലക്ഷണങ്ങൾ കണ്ടേനെ. പ്ലാൻ ചെയ്തതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് വിചാരിച്ച അത്ര പോലും വിജയിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? അത്രമാത്രം അല്ല, അത് ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, വെടിയുടെ ശബ്ദമല്ലാതെ ഒരു ബുള്ളറ്റൊക്കെ അതുവഴി പോവുകയും വല്ല തകരുകയൊക്കെ ചെയ്ത് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലൊക്കെ വല്ലതും വന്നിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ. അപ്പോഴും പിടിക്കപ്പെട്ടവരെ പറ്റി ഒന്നും നമുക്കൊരു വിവരമില്ലല്ലോ. ഇയാൾ എന്തെങ്കിലും ഞാനൊന്നും കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെയും അറിയില്ല. ആകെ അവര് ശബ്ദം കേട്ടിട്ട് അവരെ എണ്ണിട്ട് പോകുന്ന പോലുള്ള കുറെ ഷോർട്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ കവിഞ്ഞുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും തന്റെ പക്കൽ വന്നിട്ടുണ്ടോ? അല്ല, പല ആക്ഷേപങ്ങളും വരുന്നത് ട്രംപ് ഈ ആക്ഷൻ നടന്നതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ആളുകളെ വീക്ഷിക്കുക ചെയ്യുന്നത്. ഇത് എന്താണ് ഇവരുടെ അഭിപ്രായം ഈ വെടിശബ്ദത്തെക്കുറിച്ച് എന്നുള്ള രീതിയിലുള്ള, അതേപോലെ വൈസ് പ്രസിഡന്റിനെയാണ് ആദ്യം പ്രൊട്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനപ്പുറത്തോട്ട് അത്ര ഇൻഫർമേഷൻ എനിക്കും ഉണ്ട്. അതിനകത്തൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആളുകളെ ട്രംപിനെ ആക്രമിക്കുകയൊക്കെ തക്കവണ്ണമൊക്കെ ആരോ ഒക്കെ എന്തോ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിലവാരത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കവിഞ്ഞതിന് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അതിൽ തന്നെ അവർ പരാജയപ്പെട്ടു എന്നുള്ള നിലവാരത്തിലാണല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ പിന്നെ അതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമേ കാണാനുള്ളൂ. നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം തുടരുക. യഥാർത്ഥത്തിൽ അങ്ങനെ വലിയ യുദ്ധമായി മാറാനായിട്ട് കഴിയാത്ത കാലത്താണ് മനുഷ്യരാശിയുള്ളത്. ഒരു രാജ്യത്തിനകത്തൊക്കെ രാജ്യത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന നിലവാരത്തിലൊക്കെ പെരുമാറാം എന്നുള്ളതല്ലാതെ ഇത് അമേരിക്കയ്ക്ക് എതിരായിട്ട് ഉടനെ ചൈന നിൽക്കുമെന്നും ചൈനയ്ക്കയുടെ കൂടെ റഷ്യ നിൽക്കുമെന്നും ഇറാന്റെ കൂടെ നിൽക്കുക, എന്നിട്ട് വലിയ യുദ്ധമായി മാറുമെന്നും യുദ്ധക്കൊതിയന്മാരായ ആൾക്കാർക്ക് കഥകൾ എഴുതാം എന്നുള്ളതല്ലാതെ യുദ്ധം എല്ലാവരെയും ഉപദ്രവിക്കും എന്നുള്ളതാണ്. അത്രത്തോളം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സ് ഉള്ള രാജ്യങ്ങളായി എല്ലാവരും മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണേണ്ടതുണ്ട്. ഇപ്പം ഇറാനെ അങ്ങ് തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേന് മറ്റവരെല്ലാവരും ഇടപെടുന്നുണ്ട്. മാത്രമല്ല, ഇറാനിലേക്ക് എല്ലാ ആയുധങ്ങളും കൊടുക്കാൻ കാസ്പിയൻ സീ വഴി ആയുധങ്ങൾ റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവരിപ്പുറത്ത് ഹോർമൂസിന്റെ അവിടെ തടവിലിട്ടെന്ന് വിചാരിച്ചാൽ കൊണ്ട് ഇറാനെ ബാധിക്കത്തില്ലത്. ഈ കാസ്പിയൻ സീ എന്ന് പറയുന്നത് ഒരു 5-6 രാജ്യങ്ങളുടെ നടുവിൽ കിടക്കുന്നതാണ്. അതിനകത്ത് റഷ്യയും ഇറാനുമായിട്ട് അതിനകത്തേക്കും ഒരു ബ്ലോക്കേഡും ചെയ്യാനായിട്ട് ഒരു അമേരിക്കൻ കപ്പലും അവിടെ ഇല്ല. അതുകൊണ്ട് അവര് തമ്മിലുള്ള ബന്ധം നിർബാധമാണ്. പിന്നെ കരയിലൂടെ തന്നെ ചൈനക്കാർക്ക് എല്ലായിടം ചെല്ലുന്ന നിലവാരത്തിൽ അവർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന തരത്തില് ഈ തടഞ്ഞ് ശ്വാസം മുട്ടിച്ച് മറ്റു രാജ്യങ്ങളെ ചെയ്തിരുന്നത് പോലെ ഒന്നും ഇറാനെ ചെയ്യാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ റഷ്യയും ചൈനയും അത് താരിഫ് കൊണ്ടൊക്കെ ചെയ്യാവുന്ന എല്ലാ പണിയും ചെയ്തു കഴിഞ്ഞതാണ്. ഇനി എന്തുവാ ചെയ്യുന്നത്? റഷ്യ തന്നെ സാങ്ഷൻസിന് കീഴിലുള്ള ആളല്ലേ. 50% താരിഫ് വീണിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്തുവാ ചെയ്യുന്നത്? കഴിഞ്ഞ 20 കൂടുതൽ വർഷമായില്ലേ എന്നാണ് ഈ ഇറാന്റെ ഇത്, എനിക്ക് തോന്നുന്നു 30 വർഷത്തിൽ കൂടുതലായി.
അത്രയും നാളായിട്ട് സാങ്ഷൻസിന്റെ കീഴിൽ കഴിയുന്ന ഒരു രാജ്യമല്ലയോ ഇറാൻ. അങ്ങനെ കഴിയുന്ന രാജ്യത്തിനകത്ത് ഇത്രയധികം യുദ്ധത്തിന് ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളവരായിട്ട് അവർ മാറുമ്പോൾ അവരെ അത് ബാധിക്കാത്ത നില, സാങ്ഷൻസ് ബാധിക്കുന്നില്ല, അത് കവിഞ്ഞൊന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് മുഴുവനും വിഷമിക്കുന്ന സ്ഥലമല്ലേ. ആ പൈപ്പ് ലൈന് നശിപ്പിച്ചത് അമേരിക്കയാണ്. യൂറോ യൂറോപ്പിലുള്ള ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്നത് അതിന് മുഴുവൻ അവിടെയുള്ള ജനങ്ങൾ വില കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ഇനി അമേരിക്കയിലെ രാജ്യത്ത് തന്നെ ഈ ഓയിലിന് $100 മേളിലോട്ട് പോയില്ലേ. അപ്പൊ അതൊക്കെ പ്രശ്നമാണ്. ഞാനീ പറയുന്നത് മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന നിലവാരത്തിലാണ് യുദ്ധം നിൽക്കുന്നത്, ഇപ്പൊ നടക്കുന്ന യുദ്ധം തന്നെ. അതിപ്പം ഹോൾഡപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ എല്ലാവരും ആം ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ യുദ്ധം വിജയിക്കാനൊക്കെ പണ്ട് കാലത്തൊക്കെ വിജയിക്കുക എന്ന് പറയുന്ന യുക്തിയൊന്നും ഇനി സാധ്യമല്ല. യുദ്ധം ചെയ്ത് രണ്ടു കൂട്ടരും നശിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുദ്ധം കൊണ്ട് ഇനി നാശമല്ലാതെ ആരെങ്കിലും വിജയിക്കുന്ന യുക്തി ഇനി സാധ്യമല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ നടന്നത് കവിഞ്ഞിനി അങ്ങോട്ട് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് എന്റെ വിചാരമാണ്. പക്ഷെ സൈക്കോപത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് ട്രംപും നേതന്യാഹു എന്നൊക്കെ പറയുമ്പോൾ നമ്മള് അവരിനി അതെങ്ങനെ നിശബ്ദമായിരിക്കും എന്നൊക്കെ വിചാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ട്രംപിന് തന്നെ അയാളുടെ രാജ്യത്ത് തന്നെ ഈ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാന്ന് വിചാരിച്ചാൽ യുദ്ധം കൊണ്ടാണ് ഇത്രയും പോപ്പുലാരിറ്റി കുറഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം കാണണം. അപ്പൊ അതുകൊണ്ട് അത് അത്ര എളുപ്പമല്ല. മറ്റേ അന്യഥാ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുമ്പം യുദ്ധം ചെയ്താണ് ഇത് നേടുന്നത്. പുറത്തു നിന്നുള്ള ശത്രുക്കളെ നേരിടുക എന്ന് പറയുന്ന യുക്തി കൊണ്ടാണ്. അവിടെയാണ് ഇപ്പം ട്രംപ് വിഷമിച്ചിരിക്കുന്നത്. പിന്നെ റിസഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധനങ്ങള് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ എല്ലായിടത്തും സാധനങ്ങൾക്ക് വില കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പ്രഷർ വലുതാണ്. യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്ന പ്രഷറേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പണ്ട് കാലത്ത് ആരെങ്കിലും എവിടെങ്കിലും യുദ്ധം ചെയ്യുന്നത് നമുക്ക് എന്താ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് പറയുന്ന നിലവാരത്തില് കഴിയില്ല. കാരണം എല്ലാ രാജ്യങ്ങളും അതിനു വേണ്ടി കണക്റ്റഡ് ആണ്. ഞാനതുകൊണ്ടാണ് ട്രേഡ് കൊണ്ട് ഒന്നിച്ചു പോയ മനുഷ്യരാശിയാണ് ഉള്ളത്. 50% കയറ്റുമതി ചൈനക്കാർ ചെയ്യുന്നത് ഈ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും ആണെന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പിണങ്ങി നിൽക്കാൻ ചൈനയ്ക്ക് പറ്റുമോ? യൂറോപ്പിലെ ഓയില് മേടിച്ചിട്ടാണ് റഷ്യക്കാർ നിൽക്കുന്നത്. ഇനി റഷ്യക്കാർക്ക് ചൈനക്കാർക്ക് കൊടുത്തിട്ടും അതുപോലെ തന്നെ ഇന്ത്യക്ക് കൊടുത്തിട്ടും ഒക്കെയാണ് അവർ നിൽക്കുന്നത്. ഇതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ആൾക്കാർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചോട്ടെ, ഇപ്പൊ ഇവിടുത്തെ 145 കോടി ജനങ്ങൾക്ക് പട്ടിണി കിടന്ന് ചത്തോട്ടെ എന്ന് അമേരിക്കക്കാരന് ചിന്തിച്ചുകൊണ്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്നു, നിങ്ങൾ ഓയിൽ മേടിച്ചോളൂ എന്നൊക്കെ പറയുന്ന വരികൾ തന്നെ പറഞ്ഞ അത് അപമാനകരമായി നമ്മൾ അനുഭവിക്കുമെങ്കിലും ഓയിൽ തരണായിട്ടും വാങ്ങാനും ഒക്കെ സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ ആൾക്കാർ ഇത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു പോയിന്റാണ്. ഈ ട്രേഡ് ആണ് മനുഷ്യനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. വ്യവസായത്തിനകത്ത് പ്രത്യേകിച്ചും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സാധനവും മറ്റുള്ള രാജ്യങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ജീവിക്കുന്നത് അത്രയും ഇന്റഗ്രേഷൻ നടന്നു കഴിഞ്ഞു എന്ന്. ശത്രു രാജ്യം എന്ന് വിചാരിക്കുന്നിടത്തുനിന്ന് പോലും സാധനം മേടിച്ചേ പറ്റൂ. ഇപ്പൊ ചൈനയെ എത്ര ഇഷ്ടമല്ല എന്ന് അമേരിക്കക്കാർ പറഞ്ഞാലും ശരി, ഈ അമേരിക്കയിലെ വെപ്പൺസ് മുഴുവൻ ഉണ്ടാക്കുന്നതിനുള്ള ഈ മെറ്റീരിയൽസ് ഏറ്റവും റയർ എർത്ത് എന്ന് പറയുന്ന മേഖലയിലുള്ള മുഴുവനും ചൈനയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 80% പോലും അതിന്റെ റിഫൈൻ ചെയ്യുന്ന മുഴുവൻ ഫാക്ടറികളും ചൈനയിലാണ് ഉള്ളത്. അപ്പൊ അവിടുന്ന് അത് വാങ്ങുക അല്ലാതെ ഇനി തന്നെത്താൻ അത് ഉണ്ടാക്കിയെടുത്ത് ഫാക്ടറി ഉണ്ടാക്കിയെടുത്ത് ഇതൊക്കെ വരണമെങ്കിൽ 5 തൊട്ട് 10 വർഷം എടുക്കും. അത്രയും നാള് ഈ ഇപ്പം അവർ ഉപയോഗിച്ച വെപ്പൺസിന് പകരം വേറെ വെപ്പൺസ് ഉണ്ടാക്കണമെങ്കിൽ ഈ റെയർ എർത്ത് വേണം.
ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാതാണ് ആളുകൾ വിചാരിക്കുന്നത് ഫാക്ടറികളിൽ അങ്ങ് സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഫാക്ടറി സാധനം പകുതി ഉണ്ടാക്കാൻ പറ്റും, ബാക്കി ഉണ്ടാകത്തില്ല. പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിൽ, റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ, കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഈ റെയർ എർത്തുകൾ വേണം. അപ്പൊ ട്രേഡ് അത്രയും ശക്തമായിട്ട് അത്രയും ഈസിലി ഫ്ലോ ചെയ്യുന്നിടത്ത് നിന്നാൽ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പുരോഗതി ഉണ്ടാകത്തുള്ളൂ. എല്ലാ രാജ്യങ്ങളും ആ ലെവലിൽ ഒന്നിച്ച് പുരോഗമിച്ചാലേ പറ്റുള്ളൂ. പണ്ട് നെഗ്ലക്ട് ചെയ്ത പോലെ നെഗ്ലക്ട് ചെയ്യാനൊക്കത്തില്ല. കാര്യമുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കഴിവുള്ളവരും വാങ്ങാൻ കഴിവുള്ളവരും, വിൽക്കാനല്ല വിൽക്കുന്നത് വാങ്ങാൻ കഴിവുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് മറ്റു രാജ്യം വികസിച്ചേ പറ്റൂ. ഇതുകൊണ്ടാണ് ചൈനക്കാര് റോഡും തുറമുഖവും പാലവും ഉണ്ടാക്കുന്നതിന് മുൻകൈ എടുത്തത്. എല്ലാരും വിചാരിക്കുന്നത് ഇതെല്ലാം കൊടുത്ത് അവരെ എല്ലാം അടിമകളാക്കണം എന്നുള്ള. ചൈനയിൽ ഉണ്ടാകുന്ന സാധനം വിറ്റിട്ട് വേണം ചൈനക്കാർ ജീവിക്കാൻ. അല്ലാതെ അവരെ മുഴുവൻ കടക്കണയിൽപ്പെടുത്തി അടിമകളാക്കാൻ പോകുന്നു എന്നുള്ള കഥ അമേരിക്കക്കാരുണ്ടാക്കിയത് പറഞ്ഞ് നമ്മളത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല. പാലും റോഡും തുറമുഖവും ഉണ്ടാക്കാനാണ് ചൈനക്കാർ മുഴുവൻ ഇത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അവിടുത്തെ ട്രേഡ് വികസിപ്പിക്കുന്നത് ചൈനയ്ക്ക് പരോക്ഷമായി വളരെ വലിയ ഗുണമാണ്. കാരണം ചൈനയിലുണ്ടായ മാനുഫാക്ചറിങ് കേന്ദ്രമാണ് ഇന്ന് ചൈന. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ടെസ്ലയുടെ മുഴുവൻ കാറും ഉണ്ടാക്കുന്നത് ചൈനയിലാണ്. അപ്പം അവിടുന്ന് തന്നെയാണ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുന്നത്. BYD ഉണ്ടായി, അതുപോലെ തന്നെ ഇപ്പം ഷവോമിയുടെ പുതിയ കാറ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ സാധനങ്ങളൊക്കെ വിൽക്കണ്ടേ, ഇതുണ്ടാക്കിയാൽ മതിയോ? വാങ്ങാൻ കഴിവുള്ളവർ വേണ്ടേ? അത് ഈ നമ്മളീ പറയുന്ന പാവം പിടിച്ച രാജ്യം എന്ന് പറയുന്നിടത്തൊക്കെ തന്നെയാണ് ഇതെല്ലാം വിൽക്കേണ്ടത്. ഇപ്പൊ മലേഷ്യ, ഇന്തോനേഷ്യ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഈ രാജ്യങ്ങളിലുള്ള സാധാരണക്കാരായ ജനങ്ങളാണല്ലോ ഈ കാറൊക്കെ മേടിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലാപ്ടോപ്പ് മേടിക്കേണ്ടത്, ഫോൺ മേടിക്കേണ്ടത് ഒക്കെ ഈ ജനങ്ങളല്ലേ. അപ്പം ആ ജനങ്ങളില് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് യുദ്ധം മുമ്പോട്ട് പോകാതിരിക്കേണ്ട ആവശ്യം എല്ലാ രാജ്യങ്ങളുടേതുമാണ്. അതുകൊണ്ടാണ് പ്രഷർ ഉണ്ടാകുന്നത്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അങ്ങ് തകർത്തിട്ട് നമ്മളങ്ങ് മുന്നേറാനൊന്നും ഒക്കത്തില്ല. അത്രയും ഇന്റഗ്രേഷൻ കഴിഞ്ഞ സമൂഹമാണ് നമുക്കിന്നുള്ളത്. അത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് ഈ ട്രേഡാണ്. ആ ട്രേഡ് വികസിക്കുന്ന അനുസരിച്ചിട്ടാണ് എല്ലാ രാജ്യങ്ങളും വികസിച്ചിട്ടുള്ളത്. ഇത്രയധികം ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ഇത്രയധികം ജീവിത സൗകര്യങ്ങളും വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ട്രേഡ് വികസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് വിൽക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറി പൂട്ടി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്യുന്നിടത്തെ ആൾക്കാർക്ക് വാങ്ങാൻ കഴിവില്ലാത്തവരാക്കി മാറ്റുക എന്നുള്ളത് മാത്രമല്ലേ സംഭവിക്കുന്നത്. ആകെപ്പാടെ ആംസ് ട്രേഡ് മാത്രമാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അതിന് പോലും കാശ് വേണ്ടേ? നമ്മൾ ഈ മയക്കുമരുന്നും ആംസ് ട്രേഡും തമ്മിൽ ബന്ധപ്പെടുന്ന പോലും അങ്ങനെയാണ്. മറ്റൊരു വഴിയില്ലാത്ത കാരണം കൊണ്ട് ഏറ്റവും കാശ് പിന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മയക്കുമരുന്നിന്റെ. അതുകൊണ്ടാണ് അത് തമ്മിൽ കണക്റ്റഡ് ആയി പോയത്. ലോകത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മുഴുവൻ അവർ തോക്ക് മേടിക്കാനായിട്ട് വേണ്ടിയാണ് ഈ മയക്കുമരുന്നെല്ലാം വിൽക്കുന്നിടത്ത് എത്തുന്നത്. ഇതൊക്കെ അങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് പണ്ടൊരു കാലത്ത് ആരുടേതും അല്ലാതെ ആരാണെന്ന് പരസ്പരം അറിഞ്ഞുകൂടാതെ പരസ്പരം ബന്ധമില്ലാതിരുന്ന കാലത്ത് രാജ്യങ്ങളെ ആക്രമിച്ച രാജാക്കന്മാരുടെ യുക്തിക്കകത്ത് ഇത് മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളൊക്കെ ഇത് സംസാരിക്കുന്നത്. അവരെ എന്താണ് സിനിമ കാണുന്നത് പോലെ ഇവിടുന്ന് ടെലിവിഷനകത്ത് കണ്ടിട്ട് എന്തോ അവരടിച്ചു പരത്തി ഇവര് വിഷമിച്ചു, ഇസ്രയേലിന്റെ ടെൽ അവീവിൽ 15 ബോംബ് വീണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കഥ പറഞ്ഞിട്ടൊക്കെ കോരുന്ന പോലൊക്കെ ഇരിക്കുന്നിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു ഇരിപ്പാണ് ഇതൊക്കെ. ആർക്കും പ്രയോജനമില്ല. ഒരു രാജ്യവും ഈ പാകിസ്ഥാന് അമേരിക്കയുടെ ഇച്ഛക്കനുസരിച്ച് യുദ്ധം നിർത്താനുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുന്നതല്ലാതെ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ലല്ലോ ഇത് നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്. ഞാൻ പറയുന്ന അതൊക്കെ പരസ്യമായി ചെയ്യപ്പെടാതിരിക്കുമ്പോഴും രഹസ്യമായി ചെയ്യപ്പെടുന്ന ലോകം തന്നെയാണുള്ളത്. പരസ്യമായിട്ട്
ഇപ്പൊ നാറ്റോയിലെ മെമ്പർമാരില് കുറെ പേര് അമേരിക്കൻ ബേസസ് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. കാരണം അവര് തീരുമാനിക്കാതെ അവരുടെ സമ്മതം ഇല്ലാതാണ് ആ യുദ്ധം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെയിനൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പൊ ഇത് ആ നിലവാരത്തിലുള്ള വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് ഈ നാറ്റോ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൽ എന്തെങ്കിലും നടക്കുന്ന തീരുമാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സ്ഥാപനമാണത്. ഞങ്ങൾ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി അത് കഴിയാതെ ആയിട്ടുണ്ട്. അത്രത്തോളം ഇന്റഗ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാറ്റോ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴിയാണ് ഉക്രൈൻ വാർ വരെ ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എല്ലാ രാജ്യത്തും മറ്റേ രാജ്യത്തിനകത്തുള്ള സാധനങ്ങൾ വന്നിട്ട് വേണം എല്ലാവരും ജീവിക്കേണ്ടതെന്ന് മനസ്സിലാകുകയും ഓരോ രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് മറ്റു രാജ്യങ്ങളിൽ എത്തിക്കേറേണ്ടത് ആവശ്യമാണെന്നും ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ യുദ്ധം എസ്കലേറ്റ് ചെയ്ത് അങ്ങ് ലോകം മുഴുവനും കൂടെ പോകാത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിച്ചിരുന്ന് മറ്റുള്ളവരെ തോപ്പിച്ചിട്ട് നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് അവരെ തോപ്പിക്കുന്നത്. അവരെ തോപ്പിച്ച് വരുമ്പോൾ നമുക്കും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വരുന്ന ഒരു ലോകം ഉണ്ടായി പോയാൽ ആരെങ്കിലും അതിന് മുതിരുവോ? അതുകൊണ്ടാണ് ഡിറ്ററൻസ് എന്ന് നമ്മൾ പറയുന്ന യുദ്ധം വികസിക്കാതെ നിൽക്കാനായിട്ടുള്ള കാരണമായിട്ട് അത് മാറും. ട്രേഡ് അഗ്രിമെന്റ്സ് ഉണ്ടായാൽ തന്നെ ആൾക്കാർക്ക് കഴിയില്ല. കാരണം ഒരു നാട്ടിനകത്തെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും വലിയ രാജ്യങ്ങളായ ഏറ്റവും ആധുനികമായ ആയുധങ്ങളുള്ള രണ്ട് രാജ്യമാണ് ഇന്ത്യയും ചൈനയും. എന്നിട്ട് അതിർത്തി തർക്കത്തില് ഡോക്ലാൻഡിലെ ഗുസ്തി പിടിച്ചാണ് ചത്തത്. നമുക്ക് എങ്ങനെ അത് ആലോചിക്കുന്ന എങ്ങനെ പറ്റുന്നേ? ഏറ്റവും ആധുനിക ആയുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളിലെ പട്ടാളക്കാര് വടിയും കല്ലും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഉരുണ്ട് വീണ് തണുപ്പത്ത് കിടന്ന് ചത്തുപോവുകയും ഒക്കെ ചെയ്തതാണ് 22 പേര് നമ്മുടെ ഇന്ത്യക്കാർ മരിക്കുന്നതൊക്കെ തണുത്തുറഞ്ഞാ മരിച്ചത്, വെടികൊണ്ടല്ല. അതെങ്ങനെയാണ് രണ്ടു വലിയ രാജ്യത്തുള്ള അത് എല്ലാ നാലാമത്തെ സ്ഥാനവും രണ്ടാമത്തെ സ്ഥാനമൊക്കെ ഉള്ള പട്ടാളങ്ങളാണ് ലോകത്തെ. അവരാണത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഈ വ്യാപാരം നടക്കുന്നതിന് തടസ്സമായി തീരും യുദ്ധം ഉണ്ടായാലെന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് അതൊക്കെ നടന്നു പോകുന്നത്, അങ്ങനെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പം അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഓയില് ഇറാന്റെ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും. ഇറാന്റെ കൂടെ കിട്ടിയാൽ അവർക്ക് സമഗ്രമാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇറാനെതിരായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കാനായിട്ട് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഇറാൻ മറ്റു രാജ്യങ്ങളെ, ഈ അറബ് രാജ്യങ്ങളെ, അവിടുത്തെ പട്ടാളം, അവിടുത്തെ ഓയിൽ ഇൻഡസ്ട്രിയുടെ മണ്ടയിൽ ബോംബിടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതാ സംഭവിച്ചത്. പെട്ടെന്നാണ് ഈ അറബില് ഈ ലീഗായിട്ടിരുന്ന ആൾക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് അവരുടെ ഓയിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിന്നു പോകുമെന്ന് മനസ്സിലായപ്പോ ഒന്നിച്ചു പേടിച്ച്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഒപ്പക്ക് വിട്ട് UAE മാറുമ്പോ നേരത്തെ ഒപ്പക്ക് ഉണ്ടാക്കിയ വകയിലെ ആദ്യം അമേരിക്കക്കാർ വിഷമിച്ച ഒരു കാലമുണ്ട്. ഈ ഓയിലിന്റെ വില നിയന്ത്രിതമായിട്ട് വന്നതോടെ അമേരിക്കയിലെ ആൾക്കാർ ആത്മഹത്യ ചെയ്ത കാലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഈ ലോകം മുഴുവൻ പൊക്കൊണ്ടിരിക്കുന്നത്. ഓയിലിന് ഭയങ്കര വില കൂടും. അത് ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. എനർജി പ്രൊഡക്ഷൻ ഓയിൽ ഉപയോഗിക്കാത്ത കാലത്ത് മാത്രമേ അത് നമുക്ക് ഇനി നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിൽ കൂടെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നിടത്തേക്ക് മാറുമ്പോഴേ അത് കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോയാൽ ആർക്കും പ്രയോജനമില്ല. മാത്രമല്ല ഈ നൈട്രജൻ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതിനകത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത മഴക്കാലത്ത് വന്നിട്ട് വളം ഉണ്ടാക്കാനായിട്ട് ഒരു ഫാക്ടറിയിലും കഴിയാതാകുന്ന ഒരു സ്ഥലമാണ് ഈ ഇറാനിൽ യുദ്ധം നടന്ന. ഹോർമൂസ് കടലെടുക്കിൽ കൂടെ വരുന്ന നൈട്രജൻ ആണ് ഈ ലോകത്തെ സകല ഫെർട്ടിലൈസർ കമ്പനിയിലും കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പറ്റാതെ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതിരുന്ന് പോയാല് ഫുഡ് പ്രൊഡക്ഷൻ മുഴുവൻ കുറയും. ഇത് ഒരിടത്താണോ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുക ചെയ്യുന്നത്. ഇപ്പൊ സൗത്ത് കൊറിയയും അമേരിക്ക തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. അതാണ് ഞാൻ ഈ പറഞ്ഞ. ആ ഏരിയ വരുമ്പോ അവര് യുദ്ധം നിർത്തുന്നതിന് ആലോചിക്കുന്നത് മറ്റൊരു മുകളിൽ ആധിപത്യം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കാതെ നിന്നുപോവുക ചെയ്യുന്നത്. യുദ്ധം മുമ്പോട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു പണിയെടുത്ത് നിർത്തിക്കളയാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അത് അങ്ങനെ തീരത്തില്ലെന്ന് മനസ്സിലായി. ഇപ്പൊ കരുണ്ട്
ഇറാനിലേക്ക് ചൈനക്കാരുടെയും റഷ്യക്കാരുടെയും ആയുധങ്ങൾ എത്തിച്ചേരും എന്ന് അത് തടയാനായിട്ട് ഇപ്പോഴത്തെ കാസ്പിയൻ സീയിൽ അവർക്ക് ഒരു പ്രസൻസ് പോലും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നടക്കാതെ വരുമെന്നും തിരിച്ചറിയുന്നതുകൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. അപ്പോ ഹോർമോസ് കടലിടുക്ക് തുറന്നു കിടന്നിരുന്നതാണ്. യുദ്ധം കൊണ്ട് ഉണ്ടായ തമാശ എന്താന്ന് ചോദിച്ചാൽ അവിടെ കൂടെ പോകുന്ന കപ്പലിനെ ചാർജ് മേടിക്കാനായിട്ട് ഇറാന് കഴിയുന്നിടത്തേക്ക് മാറിയതാണ് അടുത്ത തമാശ. അത് വെറുതെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. ഇപ്പൊ അത് തുറക്കാനായിട്ട് നമ്മളെല്ലാരും കൂടെ ശ്രമിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ട്രംപ് കംപ്ലൈന്റ് പറയുമ്പോൾ യൂറോപ്പിലുള്ളവർ ഉണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ തുറന്നു കിടന്ന സാധനം അവർ യുദ്ധം ചെയ്യാൻ പോകുന്ന വഴി തടഞ്ഞു പോവുകയും അത് കഴിഞ്ഞിട്ട് അത് ഇനിയും കാശ് കൊടുത്ത് പോകേണ്ടി വരുന്നത്. അത് ഇവർക്ക് നല്ല ന്യായം പറയാനുണ്ട്. ഞങ്ങളുടെ കെട്ടിടവും ഞങ്ങളുടെ സ്കൂളും ഞങ്ങളുടെ ഹോസ്പിറ്റലും എല്ലാം ഇവർ ബോംബ് ചെയ്ത് തകർത്ത് അതിനുള്ള കാശ് തന്നിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് പറഞ്ഞാൽ കേട്ടോണ്ട് പോകാനേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് അതിനകത്ത് പറ്റിയിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പരാജയം എന്ന് പറയുന്നത് ബോംബ് ചെയ്തെടുത്ത് സകല കെട്ടിടവും തകർത്തിട്ടുണ്ട്. നമുക്ക് ആ ഗാസ കണ്ണ നിറഞ്ഞു പോകുന്ന നിലവാരത്തിലാണ് അതെല്ലാം ബോംബ് ചെയ്തിട്ടിരിക്കുന്നത്. ലെബനൻ ഇത് മുഴുവനും ചെയ്തിട്ടില്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് ആ പരുവത്തിലായി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? പാടുപെട്ടുണ്ടാക്കിയ വീടുകളാണ് ഈ തകരുന്നതെന്നും അല്ലാതെ അത് വല്ലവന്റെയും വീടാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വീടുകളെല്ലാം വെച്ചു കൊടുക്കുന്നിടത്തേക്ക് മനുഷ്യർ മാറിയിട്ടില്ലേ? ഇതുകൊണ്ടാണ് അർത്ഥശൂന്യമായി തീർന്നിരിക്കുന്ന യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്ന വഴി ആർക്കും പ്രയോജനമില്ലാതായി പോകുന്നതുകൊണ്ട് അതിന്റെ ഒരു പരിസമാപ്തിയാണ് ഞാൻ കാണുന്നത്. ഇനി ഇതിനകത്തുനിന്ന് വലിയ പൊളിറ്റിക്കൽ ഡാമേജ് ഇല്ലാതെ പുറത്തിറങ്ങാൻ ട്രംപിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. എഫ്സ്റ്റീൻ ഫയൽ പൊങ്ങി വരാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് അവരതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അത് എവിടെങ്കിലും ഒരു തീരുമാനമാകുന്നത് ട്രംപ് അവിടെ തന്നെ തുടരുവോ അതോ ഇംപീച്ച് ചെയ്യപ്പെടുവോ എന്നൊക്കെ പറയുന്ന സ്ഥലത്തായിരിക്കും അത് തീരാൻ പോകുന്നത്. ഇപ്പോൾ ഈ യുദ്ധം പൊതുവെ സെനറ്റിൻ്റെ അംഗീകാരം ഇല്ലാതെ 60 ദിവസമാണ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ഭാഗം വരുന്നില്ല. അപ്പോൾ സെനറ്റിൻ്റെ അംഗീകാരം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? സാധ്യത 90% ഇല്ല. കാര്യം അതൊക്കെ തന്നെയാണ് അവരുടെ പ്രശ്നവും. അപ്പൊ അതിനാണ് ഇപ്പൊ ട്രംപിനെ വെടിവെച്ചു എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ഉണ്ടായിട്ട് ഒരു സെന്റിമെന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതായിരിക്കാനാണ് സാധ്യത. പക്ഷെ എഫ്സ്റ്റീൻ ഫയലിനകത്ത് കോളിളക്കങ്ങൾ പതുക്കെ പതുക്കെ ആയാലും അത് ബില്ല് ചെയ്ത് വരുന്നുണ്ട്. ഈ ഇറാന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ അവിടെ പോയിട്ട് യുദ്ധം ചെയ്തത് നമുക്ക് നല്ലതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയാണ് ലോകത്തുള്ളത്. അപ്പൊ അതാണ് മറ്റൊന്ന്. ആകെ ഉള്ളത് പാലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ അത് സഹായിച്ചിട്ടുണ്ട്. പാലസ്തീൻ അതിനുവേണ്ടി അവര് നശിപ്പിച്ചിട്ടിരിക്കുന്നതും ലെബനൻ അതുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനകത്തുള്ള ശ്രദ്ധ മാറ്റാനായിട്ട് ഇറാന്റെ മേളിലുള്ള യുദ്ധം ഉപയോഗിക്കപ്പെടും എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ അവിടെ സോഷ്യലി എഞ്ചിനീയർ ചെയ്തിട്ടുള്ള കലാപങ്ങൾ ഉണ്ടായത് മുഴുവനും ഇവർ ചെയ്തെടുത്തതാണെന്നുള്ള ന്യൂസുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇറാനിലെ ഒരു സ്വാതന്ത്ര്യം അവിടുത്തെ സ്ത്രീകളുടെ സമരത്തിനൊക്കെ ആളുകൾ അനുകൂലമായിരുന്ന് അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ അവർക്ക് അനുകൂലമാണ്. എന്തായാലും ആയത്തുള്ള കൊമേനി ആയാലും കമേനി ആയാലും രണ്ടെണ്ണത്തിന്റെയും കൂടെ നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല. സ്ത്രീകളുടെ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പൊ അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയല്ലേ. പക്ഷെ ഈ സ്ത്രീകളുടെ ഈ മൂവ്മെന്റിന് രഹസ്യമായി സപ്പോർട്ട് കൊടുക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ആണെന്ന് അറിയുമ്പോൾ നമ്മളും നിശബ്ദരായി പോവുക എന്ന് പറയുന്നതാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇപ്പൊ ആരുടെ കൂടെ നിൽക്കണമെന്ന് അറിഞ്ഞൂടാതായി. നമ്മുടെ നാടുകളിലേക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള മൂവ്മെന്റുകൾ നടക്കുമ്പം അതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റാതെ വരുന്ന തരത്തിൽ ഇവന്മാര് ഇടപെടാറുണ്ട്. അമേരിക്ക ഇടപെടാത്ത ഒരു സ്ഥലവും ഇല്ല എന്നുള്ളതാണ് ലോകത്ത്. ഈ 750 അല്ല, ഈയിടയ്ക്ക് അവർ കണക്ക് കൂട്ടിയിട്ട് അത് 800 ആയിട്ടുണ്ട്. ഇപ്പൊ അത്രയും സൈനിക താവളങ്ങൾ ഉണ്ടായിരിക്കുന്നതിനകത്ത് ഒരു 15 എണ്ണമാണ് ഇപ്പൊ ഇറാന്റെ ബോംബിങ് കൊണ്ട്. അത് അത്രയും സ്ഥലത്തേ ഉള്ളെന്ന് ഓർക്കണം. ബാക്കിയുള്ളിടത്തെല്ലാം വലിയ ഏറ്റവും വലിയ ആയുധം ഉണ്ടായിരിക്കുന്നത് സൗത്ത് കൊറിയ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പാർട്ടാണ്. അതൊരു 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാണാവുന്നതാണ് സൗത്ത് കൊറിയ. അവിടുത്തെ ഈ സാംസങ് എന്ന് പറഞ്ഞ വേറെ എന്തോ സൗത്ത് കൊറിയൻ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞാൽ അത് അമേരിക്കൻ കമ്പനി തന്നെയാണ്. അങ്ങനെയാണ് അതൊക്കെ നിൽക്കുന്നത്. ജപ്പാനിലെ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയുമ്പം ഈ റീസെന്റ് ആയിട്ടാണ് അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള തീരുമാനം എടുക്കാനൊക്കെ കഴിയുന്നത്. ഇതുവരെയും അവർക്ക് ആയുധം ഉണ്ടാക്കാനോ. ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈന്യ താവളം ഉള്ളത് ജപ്പാനിലും സൗത്ത് കൊറിയയിലുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിലിപ്പൈൻസിലാണ്.
ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തില് നമുക്ക് തൊട്ടപ്പുറത്തുണ്ട്. ഇവിടൊക്കെയാണ് അവരുടെ വലിയ സൈനിക താവളങ്ങൾ. അല്ലാതെ അമേരിക്കയിലൊന്നും പോയി ആരും ഒരു കൊട്ടക്കാക്കുഴൽ വെച്ച് വെടിവെക്കാൻ പോലും അവിടോട്ടെങ്കിലും ചെല്ലുന്നതിനെ പറ്റി പോലും ആലോചിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടുത്തെ ജനത അറിയേയില്ല. ഈ വലിയ യുദ്ധങ്ങൾ ഇവിടെ നടന്ന ആൾക്കാർ അനുഭവിക്കുമ്പോൾ അവിടുത്തെ ജനത അറിയാറില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ നിൽക്കുന്ന ലോകമാണിതെല്ലാം. നമ്മള് ഈ പ്രൊട്ടക്ഷന്റെ വ്യാപ്തി കൂട്ടാനാണ് അവര് ഗ്രീൻലാൻഡ് കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അല്ല, ഗ്രീൻലാൻഡ് അമേരിക്കയുടെ കീഴിൽ തന്നെയാടോ, തെറ്റിദ്ധരിക്കാതെ. സാങ്കേതികമായിട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് അമേരിക്ക അവിടെ ഏറ്റവും വലിയ ഒരു സൈന്യ താവളം ഉള്ളത് ഗ്രീൻലാൻഡിലാണ്. അതവിടെ ഉണ്ടെന്നോ ഇറക്കരുത്. അവരത് ടെക്നിക്കലി അവരുടേതാക്കി മാറ്റണമെന്ന് പറയുന്നെന്നുള്ളതേ ഉള്ളു. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഗ്രീൻലാൻഡിന് കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾക്ക് അതിനെതിരെ ഒന്നും സമരം ചെയ്യാനൊന്നും യുദ്ധം ചെയ്യാനൊന്നും ഒക്കത്തില്ല. നമ്മുടെ ഒരു യുണൈറ്റഡ് നേഷൻസ് ഒക്കെ നിൽക്കുന്നതും നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിന്റെ ബലം കൊണ്ട് മാത്രമാണ് ട്രംപിന് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ചിരിച്ച ചിരിയൊന്നും യുദ്ധമായിട്ട് മാറിയാൽ നിൽക്കത്തില്ല. അമേരിക്ക ഭരിക്കുന്ന ലോകം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ അമേരിക്ക ഭരിക്കുമ്പോഴും പല കാര്യങ്ങളും ഈ ഇസ്രായേൽ നിയന്ത്രിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോവിയറ്റ് യൂണിയനിൽ അല്ല, അത് വേറെയാണ്. അമേരിക്കൻ ഭരണകൂടത്തിനെ ഇസ്രായേൽ നിയന്ത്രിക്കുന്ന, എനിക്ക് മനസ്സിലായി ഇയാളെ ചോദ്യം. ഇയാൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഈ അമേരിക്ക നിയന്ത്രിക്കുന്ന സോവിയറ്റ് യൂണിയനെ തകർക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പോലും നെതന്യാഹു വളരെ വർഷങ്ങൾക്ക് മുന്നേ ചർച്ച ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോ രാജ്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അത് നെതന്യാഹു എന്ന് പറയുന്ന ആള് ലോകത്ത് വ്യാപകമായിട്ട് ഈ പണമുള്ള വലിയ ഒരു വിഭാഗം ജൂതന്മാരെന്ന് പറഞ്ഞാൽ മുഴുവൻ ജൂതന്മാരാണെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. അതുകൊണ്ടാണ് സിയോണിസം എന്ന് പ്രത്യേകം പറയുന്നത്. ഇപ്പൊ ആളുകൾ സിയോണിസ്റ്റുകളായത് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നവർ മുഴുവൻ ഇവിടുത്തെ വിഭാഗം പിടിച്ച ഹിന്ദുക്കളെല്ലാം ഹിന്ദുത്വവാദികളാണ്. അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഇസ്രായേലിനെ മനസ്സിലാക്കേണ്ടത്. അവിടെ വലിയൊരു ജനവിഭാഗമുണ്ട്. അവരാരും ഈ നെതന്യാഹുവിന്റെ കൂടെ നിൽക്കുന്നതല്ല. പക്ഷെ എങ്ങനെയാണോ ഈ ഇന്ത്യക്കകത്ത് ഹിന്ദുത്വവാദികളായിരിക്കുന്നവർ ഇന്ത്യ ഭരിക്കുന്നത് പോലെയാണ് നെതന്യാഹു അവിടെ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അമേരിക്കയിലെ ട്രംപ് ഭരിക്കുന്നത്. ഈ മൂന്ന് രാജ്യത്തിനും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഇവർ മൂന്നുപേരും കൂടെ കൈകോർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും മറക്കണ്ട. ഇറാന്റെ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മോദി ഇവിടുന്ന് അവിടെ പോയി നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നത് ലോകത്ത് ഷോക്കായി പോയില്ലേ? അതുകൊണ്ടാണ് അവര് മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം അവിടുത്തെ അമേരിക്കയിലെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ ഈ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്തെ ഒരു വിഭാഗമാണ് ട്രംപിന്റെ ആൾക്കാർ. ഇതേപോലെയാണ് ഈ സിയോണിസ്റ്റുകൾ എന്ന് പറയുന്ന ജൂതന്മാരുടെ ഇടയിലെ തീവ്രമായ ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഇന്നിപ്പോ അവിടെ ഭരിക്കുന്നത്. ഇതേപോലെ ഹിന്ദുത്വം ഉണ്ടാക്കണമെന്ന് ആലോചിക്കുന്ന മോദി ആൾക്കാരുമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവർ മൂന്നുപേരും കൂടെയാണ് സത്യം പറഞ്ഞ് ഐക്യപ്പെട്ട് നിൽക്കുന്നത്. ഇന്ത്യയുടെ ഡ്രോൺ മുഴുവൻ കൊടുക്കുന്നത് ഇസ്രയേലിലാണ്. ഇതൊക്കെ ആളുകൾ പറയാതിരിക്കുന്നത് കൊണ്ടാണല്ലോ അതൊക്കെ അതിനെപ്പറ്റിയുള്ള ചർച്ചയില്ലാത്തത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ഈ അദാനി അംബാനി തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കിയിട്ട് ഇസ്രയേലിൽ കൊടുക്കുക ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, പാലസ്തീനികൾ അവിടെ വന്ന് ജോലി ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരാണ് ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ ജോലിക്കാരായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കാണേണ്ടതുണ്ട്. ഈ ഐക്യങ്ങൾ ഇല്ലെന്ന് വിചാരിക്കരുത്. ആ തരത്തിലുള്ള ഒരു അച്ചുതണ്ട് ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക, ഇസ്രയേൽ, ഇന്ത്യ. ഈ ഇന്ത്യ ബ്രിക്കിൽ നിൽക്കുമ്പോൾ തന്നെ, ബ്രിക്കിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ബ്രിക്കിനകത്ത് ചർച്ചയ്ക്കകത്ത് ഇതുവരെ മോദി ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഈ നെഗോഷിയേഷനകത്ത് പോലും ഈ മോദി ഇല്ല. ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ ആ സ്ഥലത്തൊക്കെ കടന്നു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്രയും വലിയ രാജ്യമായിരിക്കുന്ന ഇന്ത്യ ചെരിചേരാ പ്രസ്ഥാനത്തിനകത്തൂടെ ബലമുണ്ടാക്കിയിരുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് അത് പൊളിറ്റിക്കലായിട്ട് എന്തുകൊണ്ട് വന്ന് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ അച്ചുതണ്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ബ്രിക്കിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം വളരെ പ്രിക്കേരിയസാ. ബ്രിക്കിലെ ഇന്ത്യക്ക് പകരം ഇറാനായി പോകാനുള്ള സാധ്യതയാണ് ഇന്ന് ഉള്ളത്. ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ ലോസ് വളരെ വലുതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടേതായ നമ്മുടെ രാജ്യം അങ്ങനെ അല്ലെന്ന് വിചാരിക്കാനാണ്. ആക്രമണം വേണം എപ്പോഴും അന്യരാജ്യക്കാരാ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത് പോലെ
നമ്മുടെ രാജ്യം ഇങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ലെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കുള്ളത്. പക്ഷെ ഇന്ത്യൻ രാജ്യത്തെ ഇന്ത്യയിലെ ഭരണഘടന മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇതിനിടയ്ക്ക് വെച്ച് മറന്നുപോകും. അതുകൊണ്ടാണ് പഴയ ഇന്ത്യയിലെ ജനതയെ പോലുള്ള ഒരു അവിടെ ഭരണാധികാരികളായിരിക്കുന്നവർ എടുത്തിരുന്ന നിലപാട് എടുക്കാത്ത ഒരാളാണ് ഇന്ന് ഇരിക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയമായി ആ നിലപാടത്തിൽ നമുക്ക് നഷ്ടമാണുള്ളത്. അമേരിക്ക പറയുന്ന മുഴുവൻ അനുസരിക്കുന്ന ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഷോക്കായി പോയില്ലേ നമുക്ക്? അങ്ങനെ അനുസരണമല്ല, അവിടെയാണ് ഐക്യപ്പെട്ട് നിൽക്കുന്നത്, അവിടെയാണ് കൂറോടെ നിൽക്കുന്നത്. ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തിയ ഒരാളാണ് മോദി. ഇതൊക്കെ മറന്നുപോയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പണ്ടേ പോലെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയ്ക്കകത്ത് ബ്രിക്ക് ഉണ്ടാക്കാൻ മുൻകൈ എടുത്തിരിക്കുന്ന മൻമോഹൻ സിംഗിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ട്രംപിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും നേതന്യാഹുവിനെ പോയി കെട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ഉള്ള ഒരു രാജ്യത്തിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്നതെന്നുള്ള കാര്യം മറന്നുപോരും. അവിടെ നമ്മൾ വിചാരിക്കുന്ന തരത്തില് ഒരു ഐക്യമല്ല ലോകത്ത് നിൽക്കുന്നത്. ഈ 3 പേരും കൂടെ ഒന്നിച്ച് നിൽക്കുകയും ബ്രിക്കിനകത്ത് ഇരിക്കുന്ന അയാള് അതിനകത്ത് ഒരു അക്ഷരം പോലും പറയാതിരിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ബ്രിക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് ചൈനയിലെ ഷിയും പുടിനും കൂടെ ആണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തൊരു പൊളിറ്റിക്കൽ ലോസ് ആണെന്നറിയാവോ നമുക്കുള്ളത്. ഈ മോദി നെതന്യാഹുവിനെ കണ്ടുവന്നതിന്റെ അടുത്ത ദിവസമാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കണക്ഷൻ ഈ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപിനെ വെടിവെച്ചതിന്റെ തൊട്ട് 2 ദിവസം മുന്നേ RSS നേതാക്കൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അല്ല, അത് ഈ ലെവലിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. RSS നേതാക്കന്മാർ അവിടെ പോയിട്ട് ഇന്ത്യയിൽ ഇത് ഒത്തിരി പറ്റിത്തെറിഞ്ഞ നാടക രീതികളാണല്ലോ. അല്ല, അത് ശരിയാണ്. പക്ഷെ അപ്പോഴും തോക്കൊക്കെ പിടിച്ച് ഇതുവരെ അത്ര മെച്ചപ്പെട്ട നല്ല തോക്കൊന്നും പിടിച്ചവിടെങ്ങും പോയി ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മള് അറിഞ്ഞുകൂടാതെ അങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പ്രകടമായി അവിടെ മോദി പോയി കെട്ടിപ്പിടിച്ചു എന്നുള്ളതും അതിനുശേഷം യുദ്ധം ഉണ്ടായത് ഒരു രാജ്യം എന്നുള്ള നിലവാരത്തിൽ നമുക്ക് നഷ്ടം തന്നെയാണ്. അത് സംശയമൊന്നും വേണ്ട. അത് അവിടെ വരെ പോവാം. മറ്റേതിനകത്ത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് അതിന് ഇവിടുന്ന് ഒന്നും എന്തായാലും അമേരിക്കക്കാരൻ പരസ്പരം അവിടത്തെ നടത്തുന്നതിനൊന്നും ഇന്ത്യയിൽ നിന്ന് ആർസുകാരെ ഒന്നും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വന്ന് വെടിവെച്ച ആള് ഒരു ഇറാനിയനായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിന്റെ ഇമ്പാക്ട് മാറിയേനെ അല്ലെ. അതിനും വേണ്ടിയുള്ള ഇറാനിയനൊക്കെ എല്ലാ രാജ്യത്തു നിന്നും എല്ലാവർക്കും കിട്ടും. നമുക്ക് എന്നും ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ള ഇപ്പോ ISIS എന്ന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും കൂടെ ഉണ്ടാക്കിയ മുസ്ലിങ്ങളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ അറിയുമ്പോഴും അവര് മുസ്ലിങ്ങളായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. അത് ഏത് രാജ്യത്തു നിന്നും ആരെയും കിട്ടും. നല്ല കാശ് കൊടുത്താൽ കാശ് മേടിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എല്ലാ മുതലാളിമാരുടെയും കാര്യസ്ഥന്മാരും നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരാണ്. എല്ലാ ഗുണ്ടാ സംഘത്തിലും ചേരുന്ന സാധാരണക്കാരായ ആൾക്കാരാണ്. എല്ലാ രാജാവിന്റെയും പട്ടാളക്കാരും പോലീസുകാരും സാധാരണക്കാരായ ആൾക്കാരാണ്. അതുകൊണ്ട് അതുപോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരെ കാശ് കൊടുത്താൽ കിട്ടുമെന്നുള്ളത് നമ്മുടെ ഇവിടെ ഇലക്ഷന് കാശ് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലേ, പിന്നെന്താ പേടി? ഇലക്ഷന് കാശ് കൊടുത്ത് എല്ലാരെയും മേടിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നത് ഇത് സാധാരണക്കാരല്ലേ അവർ കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇത് സാധ്യമാണല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ മനസ്സിലാക്കിയാണ്. കർക്കരെ കണ്ടെത്തിയ പല ബോംബ് സ്ഫോടനങ്ങളിലും, ഇന്ത്യയിൽ നടന്ന പല ബോംബ് സ്ഫോടനങ്ങളിലും മുസ്ലിം നാമധാരികളെ കൂടി ഹിന്ദുത്വവാദികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു റിയാലിറ്റി കിടക്കുന്നുണ്ട്. അതാ പറഞ്ഞ അത് എന്നും ഉണ്ട്. അതങ്ങനെയുള്ള ആളുകൾ അതിനാ 5-ാം പത്തി എന്നൊക്കെ പറഞ്ഞ് പണ്ടേ തൊട്ട് ആളുകളെ വിളിച്ചിരുന്ന സ്ഥലമല്ലേ അതൊക്കെ. അതുകൊണ്ട് അത് കണ്ടിട്ടൊന്നും നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതെന്നും കാണും. അവസരവാദികളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാര് ആരോടൊപ്പം എപ്പോഴും ചേരും. അത് ഏത് ഗ്രൂപ്പിനകത്തും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അത് കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ നല്ല ആൾക്കാരില്ല എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജനതയെ ഇന്നിപ്പോ ലോകത്ത് കാണത്തില്ല. ഞാൻ അതാണ് പറയുന്നത്. യുദ്ധം അവസാനിച്ച് കാണാനല്ലേ, യുദ്ധം കണ്ട് ഈ ടെലിവിഷനകത്ത് കണ്ടിട്ട് ആഹ്ലാദിച്ചിരിക്കുന്ന കുറച്ച് ശുദ്ധാസംബന്ധം പിടിച്ച മനുഷ്യരൊഴിച്ച് ബാക്കിയല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നിലവിളിക്കുന്നവന്മാരൊഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. കാരണം ഈ
ഗൾഫിൽ നിന്ന് ആൾക്കാർ പണമില്ലാതെ റെമിറ്റ് ചെയ്യാൻ കഴിയാതെ ഇവിടുത്തെ ഈ സകല വ്യവസായത്തിനെയും ബാധിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. യുദ്ധം തീരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത തന്നെയായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. അത്ര ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ അത് ഉടനെ ഞാൻ അതുകൊണ്ടാണ് അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകത്തില്ല എന്ന് വിചാരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അത്രത്തോളം ബന്ധപ്പെട്ട് കഴിഞ്ഞു ജനത, ലോക ജനത. അതുകൊണ്ടാണ് ഒരൊറ്റ യൂണിറ്റായി അവരുടെ ഇഷ്ടത്തിന് പുറത്ത് യോജിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ യുദ്ധവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുകയും അത് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുക, അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കാലയളവല്ല സമാധാനം എന്നറിയേണ്ടതുണ്ട്.